കർത്താവിൽ ബഹുമാന്യരായ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും ആരോഗ്യത്തോടുമായിരിക്കുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ തിരുവചനം പറയട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയാണെന്ന് എന്നാണ് അതിൻ്റെ ആരംഭവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാനായിട്ടിടയായി തീർന്നു. തനിക്ക് ലഭിച്ച ഇസ്ഹാക്ക് എന്ന മകനെ ഹോമയാഗം കഴിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് നിമിത്തം മകനുമായി മോറിയ മലയിലേക്ക് കടന്നു പോകുന്ന പശ്ചാത്തലമാണ് നമുക്കിതിൻ്റെ മുൻപിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. പശ്ചാത്തലത്തിലേക്കൊന്നും പോകുവാൻ നേരം ഇല്ലാത്തതുകൊണ്ട് വായിച്ച തിരുവചനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവിടെ ഹോമയാഗത്തിന് വേണ്ടി അബ്രഹാമും അവൻ്റെ മകനുമായ ഇസ്ഹാക്ക് ദൈവം കാണിച്ച സ്ഥലത്തേക്ക് കടന്നു പോകുകയാണ്. അങ്ങനെ ദൈവം കാണിച്ച സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ മകനാകിയ ഇസ്ഹാക്ക് അബ്രഹാമിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനെ അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഹോമയാഗത്തിന് പോകുകയാണ്. ദൈവം കാണിച്ച സ്ഥലത്തേക്ക് അബ്രഹാം യാത്ര ചെയ്യുകയാണ്. കൂടെ ഇസ്ഹാക്കുണ്ട്. ഇസ്ഹാക്കിൻ്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇസ്ഹാക്ക് ചോദിക്കുന്നു, അപ്പ വിറകുണ്ട്, തീയുണ്ട്, പക്ഷെ ഹോമയാഗത്തിനുള്ള മൃഗം എവിടെയാണ് എന്ന് മകൻ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ്റെ മറുപടിയാണ്, അബ്രഹാമിൻ്റെ മറുപടിയാണ് നാം ഇവിടെ വായിപ്പാനായിട്ടിടയായിത്തീർന്നത്. 8-ാം വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അബ്രഹാമിൻ്റെ മറുപടിയാണ്, മകനെ, ഹോമയാഗത്തിന് വേണ്ടിയുള്ള ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം കരുതിക്കൊള്ളും. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ദൈവം നോക്കിക്കൊള്ളും. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് കടന്നു പോകുകയാണ്. ഇത് അബ്രഹാമിന് മാത്രമേ അറിയുകയുള്ളൂ, ഇസ്ഹാക്കിന് അറിയില്ല. ഹോമയാഗത്തിനുള്ള ആ മൃഗം അല്ലെങ്കിൽ ആ ഹോമയാഗത്തിനുള്ള ആ വസ്തു
തൻ്റെ മകനാണെന്ന് അബ്രഹാമിന് മാത്രമേ അറിയുകയുള്ളൂ. ആ സാഹചര്യത്തിൽ മകൻ്റെ ചോദ്യത്തിന് മുൻപിൽ അടിപതറാതെ, അല്പം പോലും ഭയപ്പെടാതെ, ഭ്രമിക്കാതെ അബ്രഹാമിൻ്റെ മറുപടിയാണ് എന്നെ വളരെയധികം ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നത്. മകനെ, ദൈവം നോക്കിക്കൊള്ളും. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനോട് പറയുന്ന ആ വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പല ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അടിപതറാതെ, ഭ്രമിച്ചു പോകാതെ, ചഞ്ചലപ്പെടാതെ ദൈവം നോക്കിക്കൊള്ളും, ഗോഡ് വിൽ പ്രൊവൈഡ്, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം ഈ ദിവസങ്ങളിൽ നമ്മളിൽ കടന്നു വരട്ടെ. ഒരു പിതാവിൻ്റെ മനോഭാവം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. സ്വന്തം മകനെ യാഗം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ യാഗവസ്തുവായിരിക്കുന്ന മകൻ ചോദിക്കുകയാണ്, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? ഹല്ലേലൂയ. ചില നേരങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ തൻ്റെ മകനാണ് യാഗവസ്തുവായി തീരുന്നെന്ന സത്യം അബ്രഹാമിനെ അറിയാമെങ്കിലും അബ്രഹാം ഇവിടെ ഉപയോഗിച്ച പദം വളരെ ശക്തമായ ഒരു പദമാണ്. ദൈവം നോക്കിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. തൻ്റെ മകനോട് അബ്രഹാമിന് പറയാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ വാക്കാണ്, മകനെ, ദൈവം നോക്കിക്കൊള്ളും. ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളോട് അടുത്തു വരുമ്പോൾ, നിങ്ങളോട് പറയുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുവാൻ, ദൈവം നോക്കിക്കൊള്ളും, കർത്താവ് കരുതിയിട്ടുണ്ട്, ഹോമയാഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു മൃഗത്തെ ദൈവം കരുതിയിട്ടുണ്ട് മകനെ, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട എന്ന് പറയുവാൻ ധൈര്യമുള്ള പിതാക്കന്മാർ, മാതാക്കൾ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, തലമുറയുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, തലമുറയുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, തലമുറയെ നോക്കി പറയുവാനുള്ള ഒരു ധൈര്യം, വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കട്ടെ. ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയാനുള്ള ഒരു ശക്തി, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയാനുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉരുത്തിരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിഷയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, മകൻ ചോദിക്കുകയാണ്, അപ്പാ, മൃഗമെവിടെ? ഹോമയാഗത്തിനുള്ള മൃഗമെവിടെ? ബാക്കിയെല്ലാം സജ്ജമായിരിക്കുന്നു, പക്ഷേ മൃഗമെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും അടിപതറാതെ, ഭയപ്പെടാതെ അബ്രഹാമിൻ്റെ മറുപടിയാണ്, ദൈവം നോക്കിക്കൊള്ളും മകനെ, ദൈവം നോക്കിക്കൊള്ളും. അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം നോക്കിക്കൊള്ളും, നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. ദൈവം എനിക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്, ദൈവം ചിലത് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ആ മനോധൈര്യം ഈ ദിവസങ്ങളിൽ മാതാപിതാക്കളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പല ആവശ്യങ്ങളും തലമുറയ്ക്ക് നിറവേറേണ്ടതായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ അധ്യയന വർഷങ്ങൾ തുടങ്ങുവാൻ പോകുകയാണ്. പല രീതിയിലും പല ആവശ്യങ്ങൾ നിറവേറേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. മക്കളുടേതായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെതായ ആവശ്യങ്ങൾ, അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്ക് മുൻപ് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പല ചോദ്യങ്ങൾക്കുമുള്ള ഒറ്റ ഉത്തരം ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്നു, ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് നിന്റെ ചോദ്യത്തിന് ദൈവത്തിൽ നിന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം നോക്കിക്കൊള്ളും. അത് എങ്ങനെ, എപ്പോൾ
സംഭവിക്കുമെന്ന് നീ വിചാരിച്ച് കലങ്ങേണ്ട. ദൈവം നോക്കിക്കൊള്ളും. ചില സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ട്. ചില വിഷയത്തിൽ നീ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളെല്ലാം നിനക്ക് സജ്ജമായിട്ടുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ നീ ഇപ്പോൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ദൈവം നോക്കിക്കൊള്ളും. തിരുവചനം വ്യക്തവും ശക്തമായി വിളിച്ചു പറയുന്നു, ദൈവം നോക്കിക്കൊള്ളും. അബ്രഹാം തൻ്റെ മകനെ അവൻ്റെ മുഖത്ത് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു പറയുന്നു, മകനെ നീ ഭയപ്പെടേണ്ട, ദൈവം നോക്കിക്കൊള്ളും. ഹോമയാഗത്തിനുള്ള മൃഗത്തെ ദൈവം നോക്കിക്കൊള്ളും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ നിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു വരട്ടെ. നിൻ്റെ തലമുറയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുക, ദൈവം നോക്കിക്കൊള്ളും. ഈ അവസ്ഥ മാറുവാൻ, ഈ പ്രശ്നം മാറുവാൻ, ഇതിലൂടെ കടന്നു പോകുവാനുള്ള സകലവിധമായ കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളുമെന്ന് തലമുറയെ നോക്കി വിളിച്ചു പറയുവാൻ പ്രൈസ് ദി ലോർഡ് നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് വിജയം കാണുവാനായിട്ട് കഴിയും. പറഞ്ഞാട്ടെ, തലമുറയെ നോക്കി പറഞ്ഞാട്ടെ, നിന്നോട് തന്നെ പറഞ്ഞാട്ടെ, ദൈവം കരുതിക്കൊള്ളും. ഈ വിഷയത്തിൻ്റെ മേൽ ദൈവം കരുതിക്കൊള്ളും. ഈ പ്രശ്നത്തിന്മേൽ ദൈവം കരുതിക്കൊള്ളും. ഈ വിഷയത്തിന്മേൽ ദൈവം കരുതിക്കൊള്ളും. ഈ വിഷയത്തെ ദൈവം തരണം ചെയ്യുവാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിലെ ഹല്ലേലൂയ. ദൈവം കരുതിക്കൊള്ളും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം കരുതിക്കൊള്ളും. നിൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം കരുതിക്കൊള്ളും. മുൻപോട്ടുള്ള നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി എൻ്റെ കർത്താവ് കരുതിക്കൊള്ളും. ചില ഹല്ലേലൂയ വിവാഹ കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. ചില രോഗത്തോടുള്ള അവസ്ഥയിൽ ഭാരപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ ദൈവം കരുതിക്കൊള്ളും. ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് നോക്കിക്കൊള്ളും. ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നോക്കിക്കൊള്ളും. നീ ഭാരപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട. അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനോട് പറഞ്ഞ വിശ്വാസത്തിൻ്റെ വാക്ക് ഒരിക്കൽ കൂടെ ഉച്ചരിക്കട്ടെ, മകനെ ദൈവം നോക്കിക്കൊള്ളും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം, തലമുറയുടെ ചില വിഷയത്തിന്മേൽ ഭാരപ്പെട്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം, ചില കാര്യങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ചില വിഷയങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ചിലരുടെ വിഷയത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവിടുന്ന് നോക്കിക്കൊള്ളണമേ, അവിടുന്ന് കരുതിക്കൊള്ളണമേ, അവിടുന്ന് വഴി നടത്തുവാൻ ശക്തൻ കർത്താവേ. അബ്രഹാമിൻ്റെ വായിൽ നിന്ന് വന്ന വാർത്തയെപ്പോലെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുവാൻ നിന്റെ കർത്താവേ പ്രിയപ്പെട്ട ജനത്തിന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി നോക്കിക്കൊള്ളും. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, വിശ്വാസത്തോടെ മുന്നേറുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.